വെക്റ്റർ ഇൻ്റഗ്രേഷനിലെ നെക്സ്റ്റ് ടോപ്പിക് പാത്ത് ഇൻഡിപെൻഡൻസ് ആൻഡ് കൺസർവേറ്റീവ് ഫീൽഡ്. നമ്മൾ ഈ വീഡിയോയിൽ പാത്ത് ഇൻഡിപെൻഡൻസ് എന്താണ്, പാത്ത് ഇൻഡിപെൻഡൻസും കൺസർവേറ്റീവ് ഫീൽഡും തമ്മിലുള്ള റിലേഷൻ എന്താണ് എന്നുള്ളതൊക്കെയാണ് ഡീറ്റെയിൽ ആയിട്ട് പറയുന്നത്. അപ്പം നമുക്ക് ആദ്യം പാത്ത് ഇൻഡിപെൻഡൻസ് എന്താണെന്ന് നോക്കാം. Definition: Let F be a field defined on an open region R in space, and suppose that for any two points A and B in R, the value of the line integral from A to B is same for every path in R from A to B, then the integral f dot dr is path independent in R. അതായത് നമുക്ക് എഫ് എന്ന് പറയുന്ന ഒരു വെക്ടർ ഫീൽഡ് തന്നിട്ടുണ്ട്, ഡിഫൈൻ ചെയ്തിരിക്കുന്നത് ഒരു ഓപ്പൺ റീജിയൻ ആറിലാണ്, സ്പേസിലുള്ള, അതായത് നമുക്ക് സ്പേസിലുള്ള ഒരു ഓപ്പൺ റീജിയൻ ആറിൽ ഡിഫൈൻ ചെയ്തിരിക്കുന്ന ഒരു വെക്ടർ ഫംഗ്ഷൻ ഉണ്ട്. ഓക്കെ, ഇനി നമ്മൾ ഇതിൽ രണ്ട് പോയിന്റ്സ് എടുക്കുകയാണ്, എ ബി. രണ്ട് പോയിന്റ്സ് എടുത്തു. നമ്മൾ ലൈൻ ഇൻ്റഗ്രൽ ഡിഫൈൻ ചെയ്യാണ്. ലൈൻ ഇൻ്റഗ്രൽ എ ടു ബി, അതായത് എയിൽ നിന്ന് ബിയിലേക്ക് ഡിഫൈൻ ചെയ്തിരിക്കുന്ന പാത്തിൽ നമ്മൾ എഫ് ഡോട്ട് ഡി ആർ ഇവാലുവേറ്റ് ചെയ്യാണ്. ഈ ലൈൻ ഇൻ്റഗ്രൽ ഇവാലുവേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് എ ബി എന്ന് പറയുന്ന ഏതൊരു പാത്ത് എടുത്തു കഴിഞ്ഞാലും, എയിൽ നിന്ന് ബിയിലേക്കുള്ള ഏതൊരു പാത്ത് എടുത്തു കഴിഞ്ഞാലും അവിടുത്തെ ഇൻ്റഗ്രലൊക്കെ സെയിം ആണ്. അങ്ങനെയെങ്കിൽ നമ്മൾ പറയും ഈ ഇൻ്റഗ്രൽ എഫ് ഡോട്ട് ഡി ആർ എന്ന് പറയുന്നത് പാത്ത് ഇൻഡിപെൻഡൻ്റ് ആണ്. അത് ഏത് പാത്ത് എടുത്തു കഴിഞ്ഞാലും നമുക്ക് സെയിം തരുന്നുണ്ട്, അത് പാത്തിനെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല എന്നർത്ഥം. ഓക്കെ, അങ്ങനെയുള്ള ഇൻ്റഗ്രൽസിനെ നമ്മൾ പറയുന്നതാണ് പാത്ത് ഇൻഡിപെൻഡൻറ്റ് ഇൻ ആർ. അതായത് നമുക്ക് കുറച്ചുകൂടെ ഡീറ്റെയിൽഡ് ആയിട്ട് ഇങ്ങനെ പറയാം. എ ലൈൻ ഇൻ്റഗ്രൽ ഓവർ സി എഫ് ഡോട്ട് ഡി ആർ ഓഫ് എഫ് എലോങ് സി ഫ്രം എ ടു ബി independent of path if integral over c1 f dot dr equal to integral over c2 f dot dr for any two paths c1 and c2 from a to b. അതായത് നമുക്ക് ഇത്രയേ ഉള്ളൂ കേട്ടോ. നമുക്ക് സി എന്ന് പറയുന്ന ഒരു ആർ എന്ന് പറയുന്ന റീജിയൻ ഉണ്ട്, എ ബി. നമ്മൾ രണ്ട് പോയിന്റ്സ് എടുത്തു. എന്നിട്ട് ഞാനിങ്ങനെ എയിൽ നിന്ന് ബിയിലേക്ക് ഒരു പാത്ത് ഡിഫൈൻ ചെയ്യാണ് C1 എന്ന് പറഞ്ഞിട്ട്, ഇനി എയിൽ നിന്ന് ബിയിലേക്ക് മറ്റൊരു പാത്ത് ഡിഫൈൻ ചെയ്യാണ് C2 എന്ന് പറഞ്ഞിട്ട്. എന്നിട്ട് ഞാൻ ഇൻ്റഗ്രൽ ഓവർ C1 എഫ് ഡോട്ട് ഡി ആർ ചെയ്തപ്പോഴും ഇൻ്റഗ്രൽ ഓവർ C2 എഫ് ഡോട്ട് ഡി ആർ ചെയ്യുമ്പോഴും എനിക്ക് സെയിം പാത്ത് കിട്ടും, സെയിം ഇൻ്റഗ്രൽ കിട്ടും. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമ്മൾ പറയും ഇൻ്റഗ്രൽ ഓവർ എഫ് ഡോട്ട് ഡി ആർ എന്ന് പറയുന്നത് പാത്ത് ഇൻഡിപെൻഡൻ്റ് ആണ് എന്ന് പറയും. ഇനി നമ്മൾ ശരിക്കും പറയാൻ പോകുന്നത് ഫണ്ടമെൻ്റൽ തിയറം ഓഫ് ലൈൻ ഇൻ്റഗ്രൽസ് ആണ്. ഇതൊരു ഇമ്പോർട്ടൻറ്റ് സാധനമാണ്, അതുകൊണ്ടാണ് ഇതിനെ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. ഒരു 3 തിയറം നമുക്ക് എന്തായാലും പഠിക്കാനുണ്ട്. ആ 3 തിയറം കഴിഞ്ഞ വർഷത്തെ ടെക്സ്റ്റ് ബുക്കിലും ഉണ്ടായിരുന്നു, അപ്പം അത് ഇമ്പോർട്ടൻ്റ് തന്നെയാണ്. അപ്പോൾ ഇവിടെ നമ്മൾ പറയുന്നത്, ശരിക്കും ഇനി പറയാൻ പോകുന്നത്, നമ്മളെ ഈ പാത്ത് ഇൻഡിപെൻഡൻസും അതുപോലെ തന്നെ കൺസർവേറ്റീവ് ഫീൽഡും തമ്മിലുള്ള റിലേഷനാണ് നമ്മൾ പറയുന്നത്. നമ്മളിപ്പോൾ പറയുന്നത് 2 വേരിയബിൾ, എന്നിട്ട് നമ്മൾ 3 വേരിയബിളിലോട്ട് ഇത് പറയും. നമുക്ക് നോക്കാം. ഫണ്ടമെൻ്റൽ തിയറം ഓഫ് ലൈൻ ഇൻ്റഗ്രൽസ്. Suppose C is a path in an open region R of xy plane and is defined by R of t equal to x of t I plus y of t j, a less than or equal to t less than or equal to b. If f of xy equal to p of xy I plus q of xy j is a conservative vector field in R, then phi is a potential function for f, then integral over c f dot dr equal to integral over c del phi dot dr equal to phi of b minus phi of a, where a equal to x of a y of a and b equal to x of b y of b. ഇതൊന്നുമില്ല കേട്ടോ, കാര്യമായിട്ടൊന്നും പറയുന്നൊന്നുമില്ല. അതായത് നമുക്ക് ഒരു പാത്ത് തന്നിട്ടുണ്ട് സി എന്ന് പറയുന്നത്, ഒരു എക്സ് വൈ പ്ലെയിനിലെ റീജിയനിൽ ഡിഫൈൻ ചെയ്തിരിക്കുന്ന പാത്താണ് സി എന്ന് പറയുന്നത്. ആ പാത്തിൻ്റെ പാരാമെട്രിക് റെപ്രസെൻറ്റേഷൻ തന്നിട്ടുണ്ട്, ആർ ഓഫ് ടി ഈക്വൽ ടു എക്സ് ഓഫ് ടി ഐ പ്ലസ് വൈ ഓഫ് ടി ജെ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ തന്നിട്ടുണ്ട് നമുക്ക്. ഇനി നമ്മുടെ കയ്യിൽ ഒരു വെക്ടർ ഫംഗ്ഷൻ ഉണ്ട്, വെക്ടർ ഫീൽഡ് ഉണ്ട്, പി ഓഫ് എക്സ് വൈ ഐ പ്ലസ് ക്യൂ ഓഫ് എക്സ് വൈ ജെ എന്ന് പറയുന്നത്. ഇത് കൺസർവേറ്റീവ് വെക്ടർ ഫീൽഡ് ആണെങ്കിൽ, നമ്മുടെ കയ്യിലുള്ളത് ഇറ്റ് ഈസ് എ കൺസർവേറ്റീവ് വെക്ടർ ഫീൽഡ് ആണെങ്കിൽ നമുക്ക് പറയാം ഫൈ എന്ന് പറയുന്ന ഒരു പൊട്ടൻഷ്യൽ ഫംഗ്ഷൻ ആണ്. കൺസർവേറ്റീവ് വെക്ടർ ഫീൽഡ് എന്താണെന്നുള്ളത് കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞതാണ്. അപ്പോൾ കൺസർവേറ്റീവ് വെക്ടർ ഫീൽഡ് ആണെങ്കിൽ ഫൈ എന്ന് പറയുന്ന പൊട്ടൻഷ്യൽ ഫംഗ്ഷൻ ആയിരിക്കും. ഫൈ എന്ന് പറയുന്നത് പൊട്ടൻഷ്യൽ ഫംഗ്ഷനും ആണെങ്കിൽ നമുക്ക് പറയാം ഇൻ്റഗ്രൽ ഓവർ സി എഫ് ഡോട്ട് ഡി ആർ എന്ന് പറയുന്നത് എന്തിനോട് ഈക്വൽ ആണ്? ഈ പൊട്ടൻഷ്യൽ ഫംഗ്ഷൻ n പോയിന്റ്സിൽ ഇവാലുവേറ്റ് ചെയ്യുന്നതിനോട് ഈക്വൽ ആണ്. അതായത് ഇൻ്റഗ്രൽ ഓവർ സി എഫ് ഡോട്ട് ഡി ആർ, ഈ എഫിനെ നമുക്ക്, ഇത് കൺസർവേറ്റീവ് ഫീൽഡ് ആയതുകൊണ്ട് നമുക്ക് അതിനെ ഡെൽ ഫൈനോട് ഇക്വേറ്റ് ചെയ്യാം അല്ലേ. എഫ് ഇസ് ഈക്വൽ ടു എഫ് ഡോട്ട് ഡി ആർ ഇസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ ഓവർ ഡെൽ ഫൈ ഡോട്ട് ഡി ആർ. ഇതിന് ഇവാലുവേറ്റ് ചെയ്താൽ നമുക്ക് എന്താ കിട്ടുക? ഈ പൊട്ടൻഷ്യൽ ഫംഗ്ഷൻ്റെ n പോയിന്റ്സിൻ്റെ ഡിഫറൻസ് എടുക്കാം. അതായത് പാത്തിൽ ഉള്ളപ്പോൾ നമുക്ക് പാത്ത് എടുത്തിട്ടുണ്ടല്ലോ സീന്ന്, ആ പാത്ത് സ്റ്റാർട്ട് ചെയ്യുന്ന പോയിന്റാണ് എന്നും എൻഡ് ചെയ്യുന്ന പോയിന്റാണ് ബി. അപ്പോൾ ഈ പാത്തിലുള്ള ഫൈ ഓഫ് ബി മൈനസ് ഫൈ ഓഫ് എ കണ്ടുപിടിക്കുന്നതായിരിക്കും ഇൻ്റഗ്രൽസ് ഓവർ സി എഫ് ഡോട്ട് ഡി ആർ എന്ന് പറയുന്നത്. കൺഫ്യൂഷൻ ആയെന്ന് അറിയില്ല, ഒന്നുകൂടെ പറയാം. സി എന്ന് പറയുന്നത്
നമുക്ക് തന്നിരിക്കുന്ന ഒരു പാത്താണ്, പാത്ത് ഓഫ് ഇൻ്റഗ്രേഷൻ ആണ്. അതിൻ്റെ പാരാമെട്രിക് റെപ്രസെൻറ്റേഷൻ തന്നിട്ടുണ്ട് ആർ ഓഫ് ടി ഈക്വൽ ടു എക്സ് ഓഫ് ടി ഐ പ്ലസ് വൈ ഓഫ് ടി ജെ. ഈ ടി വേരി ചെയ്യുന്നത് കണ്ടോ, എ ലെസ് ദാൻ ഓർ ഇക്വൽ ടു ടി ലെസ് ദാൻ ഓർ ഇക്വൽ ടു ബി. അപ്പം നമ്മളിവിടെ എ കൊടുക്കുകയാണെങ്കിൽ എക്സ് ഓഫ് എ ഐ പ്ലസ് വൈ ഓഫ് എ ജെ എന്നല്ല വരാം. അപ്പോൾ അതാണ് ഇനീഷ്യൽ പോയിന്റ്. അതുപോലെ തന്നെ ഈ പാത്തിൻ്റെ എൻഡ് പോയിന്റ് വരുന്നത് ബിയിലല്ലേ ഇത് സ്റ്റോപ്പ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ആർ ഓഫ് ബി ഈക്വൽ ടു എക്സ് ഓഫ് ബി ഐ പ്ലസ് വൈ ഓഫ് ബി ജെ. അപ്പോൾ നമ്മൾ എടുക്കുന്ന എ കൊടുക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന എക്സ് ഓഫ് എ ഐ പ്ലസ് വൈ ഓഫ് എ ജെ എന്ന് പറയുന്നതാണ് നമ്മളുടെ എ എന്ന് പറയുന്ന പോയിന്റ്. അതുപോലെ തന്നെ ബി കൊടുക്കുമ്പം എക്സ് ഓഫ് ബി ഐ പ്ലസ് വൈ ഓഫ് ബി ജെ വൈ ഓഫ് ബി ജെ എന്ന് കിട്ടും. അതാണ് നമ്മൾ ബി എന്ന് പറയുന്ന പോയിന്റ്. അതാണ് എൻഡ് പോയിന്റ്സ്, ആ പാത്തിൻ്റെ 2 എൻഡ് പോയിന്റ്സ്. ഇനി അത് നമ്മളെ കയ്യിലുണ്ട്, പാത്ത് ഓഫ് ഇൻ്റഗ്രേഷൻ നമ്മളെ കയ്യിലുണ്ട്. ഇനി എഫ് എന്ന് പറയുന്നത് നമുക്ക് തന്നിരിക്കുന്ന വെക്ടർ ഫീൽഡാണ്. ഇത് കൺസർവേറ്റീവ് വെക്ടർ ഫീൽഡ് ആണ്. ഫൈ എന്ന് പറയുന്നത് അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള പൊട്ടൻഷ്യൽ ഫംഗ്ഷനും ആണെങ്കിൽ നമുക്ക് ഇൻ്റഗ്രൽ ഓവർ സി, ഈ തന്നിരിക്കുന്ന പാത്തിൽ ഇൻ്റഗ്രൽ ഓവർ സി എഫ് ഡോട്ട് ഡി ആർ എങ്ങനെയാണ് ഇവാലുവേറ്റ് ചെയ്യുന്നത്? ഈ പൊട്ടൻഷ്യൽ ഫംഗ്ഷൻ്റെ എൻഡ് പോയിന്റ്സിൻ്റെ ഡിഫറൻസ് ആയിരിക്കും. ദാറ്റ് ഈസ് ഫൈ ഓഫ് ബി മൈനസ് ഫൈ ഓഫ് എ ആയിരിക്കും. വേറെ എ എന്ന് പറയുന്നത് എക്സ് ഓഫ് എ വൈ ഓഫ് എ, ഞാൻ പറഞ്ഞു ഇനീഷ്യൽ പോയിന്റ്, ആൻഡ് ബി എന്ന് പറയുന്നത് എക്സ് ഓഫ് ബി വൈ ഓഫ് ബി ആയിരിക്കും. ഇതാണ് നമ്മുടെ തിയറം, ഫണ്ടമെന്റൽ തിയറം ഓഫ് ലൈൻ ഇൻ്റഗ്രൽസ് എന്ന് പറയുന്നത്. ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. നമുക്ക് ഇങ്ങനെ പ്രൂവ് ചെയ്യാൻ നോക്കാം. Let us prove the theorem for a smooth curve C. For a piecewise smooth curves, the proof can be modified by considering each smooth arc of the curve. അതായത് നമ്മൾ ഈ തിയറം പ്രൂവ് ചെയ്യുന്നത് സ്മൂത്ത് കർവ് സിക്കാണ്. അപ്പോൾ നമുക്ക് പീസ് വൈസ് സ്മൂത്ത് എന്ന് പറയുന്ന കൺസെപ്റ്റ് ഉണ്ടല്ലോ. അപ്പോൾ ഓരോ സ്മൂത്ത് കർവിന് ഇത് പ്രൂവ് ചെയ്ത് കഴിഞ്ഞാലും നമുക്ക് പിന്നെ എൻഡ് പോയിന്റ്സ് ജോയിൻ ചെയ്തിട്ട് ആ പീസ് വൈസ് സ്മൂത്തിനും പ്രൂവ് ചെയ്യാൻ പറ്റും. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമല്ല, നിങ്ങളത് സ്മൂത്ത് കർവാന്ന് എടുത്തിട്ട് പ്രൂവ് ചെയ്താലും മതി, കുഴപ്പമില്ല. സിൻസ് എഫ് ഈസ് കൺസർവേറ്റീവ് ആൻഡ് ഫൈ ഈസ് പൊട്ടൻഷ്യൽ ഫംഗ്ഷൻ ഫോർ എഫ്, നമ്മൾ ആദ്യം സപ്പോസ് നമ്മുടെ കയ്യിലുള്ള കാര്യങ്ങൾ എഫ് കൺസർവേറ്റീവ് ആണ്, ഫൈ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള പൊട്ടൻഷ്യൽ ഫംഗ്ഷൻ ആണെന്നുണ്ട്. അപ്പോൾ നമ്മൾ പറയുകയാണ് എഫ് കൺസർവേറ്റീവ് ആണ്, ഫൈ എന്ന് പറയുന്ന പൊട്ടൻഷ്യൽ ഫംഗ്ഷനും എഫിന് വേണ്ടിയിട്ടുള്ള പൊട്ടൻഷ്യൽ ഫംഗ്ഷനും ആണെങ്കിൽ ക്യാപിറ്റൽ എഫ് ക്യാൻ ബി റിട്ടൺ ആസ് എഫ് ഇസ് ഈക്വൽ ടു ഡെൽ ഫൈ. ഡെൽ ഫൈയുടെ എക്സ്പ്രഷൻ ഡോ ഫൈ ബൈ ഡോ എക്സ് ഐ പ്ലസ് ഡോ ഫൈ ബൈ ഡോ വൈ ജെ. ഇനി ദ പാത്ത് ഓഫ് ഇൻ്റഗ്രേഷൻ സി ഈസ് ഡിഫൈൻഡ് ബൈ, ഇത് നമുക്ക് തന്നിട്ടുള്ള കാര്യമാണ്, ആർ ഓഫ് ടി ഈക്വൽ ടു എക്സ് ഓഫ് ടി ഐ പ്ലസ് വൈ ഓഫ് ടി ജെ എ ലെസ് ദാൻ ഓർ ഇക്വൽ ടു ടി ലെസ് ദാൻ ഓർ ഇക്വൽ ടു ബി. നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് ഇൻ്റഗ്രൽ ഓവർ സി എഫ് ഡോട്ട് ഡി ആർ ഇസ് ഈക്വൽ ടു ഫൈ ഓഫ് ബി മൈനസ് ഫൈ ഓഫ് എൻ ആണ് അല്ലേ. ഇതാണ് നമുക്ക് പ്രൂവ് ചെയ്യുക, ഇതിലേക്ക് നമ്മൾ എത്തിക്കണം. അതിന് വേണ്ടിയിട്ട് നമുക്കൊരു ഡി ആറിൻ്റെ ആവശ്യമുണ്ടല്ലോ. സോ നമ്മൾ പറയുകയാണ് ദെൻ ഡി ആർ ബൈ ഡി ടി ഇവാലുവേറ്റ് ചെയ്യപ്പെടുന്നത്. അപ്പോൾ നമുക്ക് എന്താ കിട്ടുക? ഡി എക്സ് ബൈ ഡി ടി ഐ പ്ലസ് ഡി വൈ ബൈ ഡി ടി ജെ. ഇനി എലോങ് കർവ് സി ഫൈ ഈസ് എ ഡിഫറൻഷ്യബിൾ ഫംഗ്ഷൻ ഓഫ് ടി, ദെൻ ബൈ ചെയിൻ റൂൾ നമുക്ക് സി എന്ന് പറയുന്നത് ഫൈ എന്ന് പറയുന്നത് ഡിഫറൻഷ്യബിൾ ഫംഗ്ഷൻ ഓഫ് ടി ആണ്. നമുക്കറിയാം ഫൈ എന്ന് പറയുന്ന പൊട്ടൻഷ്യൽ ഫംഗ്ഷൻ എടുക്കുമ്പോൾ അത് ഡിഫറൻഷ്യബിൾ ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഡി ഫൈ ബൈ ഡി ടി ഒന്ന് ഇവാലുവേറ്റ് ചെയ്ത് നോക്കാം. ഡി ഫൈ ബൈ ഡി ടി ഈസ് ഈക്വൽ ടു നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഫൈ എന്ന് പറയുന്നത് ഫൈ ക്യാൻ ബി റിട്ടൺ ലൈക്ക് ദിസ്, ഡോ ഫൈ ബൈ ഡോ എക്സ്. ഫൈ എന്ന് പറയുന്നത് 2 വേരിയബിൾ ഫംഗ്ഷൻ ആയിരിക്കും, എക്സിന് ഫൈ ഓഫ് എക്സ് ഫൈ എന്നാണ് നമ്മുടെ ഫംഗ്ഷൻ വരിക. അപ്പോൾ ഡി ഫൈ ബൈ ഇങ്ങനെയാണ് നമ്മുടെ ഫംഗ്ഷൻ വരിക, ഫൈ ഓഫ് എക്സ് ഫൈ എന്നാണ്. ഈ എക്സും വൈയും ആരുടെ ഫംഗ്ഷനാണ്? ടിയുടെ ഫംഗ്ഷൻസ് ആണ്. ഓക്കെ, അപ്പോൾ നമ്മളിവിടെ ചെയിൻ റൂൾ അപ്ലൈ ചെയ്യേണ്ടേ ഡി ഫൈ ബൈ ഡി ടി കണ്ടുപിടിക്കാൻ. അപ്പോൾ ഡി ഫൈ ബൈ ഡി ടി ഈസ് ഈക്വൽ ടു ഡോ ഫൈ ബൈ ഡോ എക്സ് ഇൻറ്റു ഡി എക്സ് ബൈ ഡി ടി. അതായത് ഡോ ഫൈ വിത്ത് റെസ്പെക്ട് ടു ഡോ എക്സിൽ കണ്ടുപിടിക്കുക ഇൻറ്റു എക്സിൻ്റെ ഡെറിവേറ്റീവ് ഡി എക്സ് ബൈ ഡി ടി പ്ലസ് ഡോ ഫൈ ബൈ ഡോ വൈ ഇൻറ്റു ഡി വൈ ബൈ ഡി ടി. അപ്പോൾ നമുക്ക് ഇതിനെ ഒന്ന് സ്പ്ലിറ്റ് ചെയ്യാം. അതായത് ഇത് രണ്ട് വെക്ടർ ഫംഗ്ഷൻസിൻ്റെ ഡോട്ട് പ്രോഡക്റ്റ് ആയിട്ടാണ് എഴുതിയിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇതിനെ സ്പ്ലിറ്റ് ചെയ്ത് എഴുതാം. ഡോ ഫൈ ബൈ ഡോ എക്സ് ഐ പ്ലസ് ഡോ ഫൈ ബൈ ഡോ വൈ ജെ ഡോട്ട് ഡി എക്സ് ബൈ ഡി ടി ഐ പ്ലസ് ഡി വൈ ബൈ ഡി ടി ജെ. ദാറ്റ് ഈസ് ഈക്വൽ ടു, ഇനി നമുക്ക് എന്താ പറയാം, ഇതെന്ന് പറയുന്നത് ആരാണ്? ഡെൽ ഫൈ ആണ്. ഇതെന്ന് പറയുന്നത് നമ്മളിപ്പോൾ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട് ഡി ആർ ബൈ ഡി ടി ആണ്. അപ്പോൾ നോക്കിയേ, ഡി ഫൈ ബൈ ഡി ടി ഈസ് ഈക്വൽ ടു എന്ത് കിട്ടി? ഡെൽ ഫൈ ഡോട്ട് ഡി ആർ ബൈ ഡി ടി വിച്ച് ഈസ് ഈക്വൽ ടു ഡെൽ ഫൈ എന്ന് പറഞ്ഞാൽ കൺസർവേറ്റീവ് ആയതുകൊണ്ട് ഡെൽ ഫൈ ഈക്വൽ ടു എഫ് ആണ്, എഫ് ഡോട്ട് ഡി ആർ ബൈ ഡി ടി. അപ്പോൾ നമുക്ക് കിട്ടിയ കാര്യങ്ങൾ ഇതാണ്, ശ്രദ്ധിക്കാം. ഡി ഫൈ ബൈ ഡി ടി ഈസ് ഈക്വൽ ടു എഫ് ഡോട്ട് ഡി ആർ ബൈ ഡി ടി എന്ന് എഴുതി. ഓക്കെ, ഇനി നമ്മൾ എന്താ ചെയ്യുന്നത്? നമുക്ക് ഇൻ്റഗ്രൽ ഓവർ സി എഫ് ഡോട്ട് ഡി ആർ ആണ് പ്രൂവ് ചെയ്യാനുള്ളത്. അപ്പോൾ നമുക്കതൊന്ന് ഇവാലുവേറ്റ് ചെയ്ത് നോക്കാം. നൗ കൺസിഡർ ഇൻ്റഗ്രൽ ഓവർ സി എഫ് ഡോട്ട് ഡി ആർ വിച്ച് ഈസ് ഈക്വൽ ടു, നമ്മൾ ലൈൻ ഇൻ്റഗ്രലിൻ്റെ ടേംസിലേക്ക് എഴുതുകയാണ്. വിച്ച് ഈസ് ഈക്വൽ ടു ലൈൻ ഇൻ്റഗ്രൽ ഓഫ് ടി ഈക്വൽ ടു എ ടു ബി എഫ് ഡോട്ട് ഡി ആർ ബൈ ഡി ടി വിത്ത് റെസ്പെക്ട് ടു ഡി ടിയിൽ നമ്മളിതിനെ ഇൻ്റഗ്രേറ്റ് ചെയ്യാം. അപ്പോൾ നമുക്ക് എന്താ കിട്ടാം? ഇൻ്റഗ്രൽ എ ടു ബി, നമ്മൾ പറഞ്ഞു എഫ് ഡോട്ട് ഡി ആർ ബൈ ഡി ടി എന്ന് പറഞ്ഞാൽ ഡി ഫൈ ബൈ ഡി ടി ആണല്ലേ, ഡി ഫൈ ബൈ ഡി ടി ഇൻറ്റു ഡി ടി. അപ്പോൾ നിങ്ങൾ നോക്കുക,
ഇവിടെ നമ്മളിതിനെ ഇവാലുവേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് ഇൻ്റഗ്രേഷനും ഡിഫറൻസിയേഷനുമാണ് വന്നിരിക്കുന്നത്. സോ ഇതൊരു 1 വേരിയബിൾ ഫംഗ്ഷനും കൂടെയാണ്. അതായത് വൺ വേരിയബിൾ അല്ല, d5 വിത്ത് റെസ്പെക്ട് ടു dt-ലല്ലേ വന്നിരിക്കുന്നത്. അപ്പോൾ ഇത് ആകെ ഒന്നിൽ മാത്രമേ നമ്മൾ ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നുള്ളൂ. അങ്ങനെയാണെങ്കിൽ d5/dt എന്ന് പറയുന്നത് എന്തായി? phi ഓഫ് എക്സ് ഓഫ് ടി പൈ ഓഫ് ടി എന്ന് എഴുതാം അല്ലേ. അതായത് ഇൻ്റഗ്രേഷൻ ഓഫ് d5 വിത്ത് റെസ്പെക്ട് ടു d5/dt വിത്ത് റെസ്പെക്ട് ടു dt എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ വരിക? phi എന്നല്ലേ വരിക? ദാറ്റ് ഈസ് phi ഓഫ് എക്സ് വൈ വരും. അപ്പം ഇവിടെ ഡെഫിനറ്റ് ഇൻ്റഗ്രൽ ആയതുകൊണ്ട് നമ്മൾ a to b കൂടി ഇടണം. എന്നിട്ട് നമ്മൾ അപ്പർ ലിമിറ്റ് മൈനസ് ലോവർ ലിമിറ്റ് ചെയ്യാം. അപ്പോൾ phi ഓഫ് x ഓഫ് b phi of b minus phi of x of a phi of a. That is equal to ഇതിനെ നമ്മൾ b എന്ന് കൊടുത്തിട്ടില്ല, ഇതിനെ നമ്മൾ a എന്ന് കൊടുത്തിട്ടില്ല. That is phi of b minus phi of a. അപ്പോൾ ഇവിടെ നമ്മളൊന്നും ചെയ്തിട്ടില്ല, കാര്യമായിട്ടൊന്നും പറയാനൊന്നുമില്ല. നമ്മൾ എന്ത് ചെയ്തു? നമ്മൾ കുറച്ച് അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്തു. എന്നിട്ട് ഇൻ്റഗ്രൽ ഓവർ സി എഫ് ഡോട്ട് ഡി ആർ കണ്ടുപിടിക്കും. നിങ്ങൾ ഓർക്കുക, ഇൻ്റഗ്രൽ ഓവർ സി എഫ് ഡോട്ട് ഡി ആർ ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ എഫ് എന്ന് പറയുന്നത് കൺസർവേറ്റീവ് ആയതുകൊണ്ട് ഡെൽഫൈയോടുകൂടിയും പിന്നെ ഡി ആറിനെ നമുക്ക് dr/dt എന്ന് പറയുന്ന കൺസെപ്റ്റിനോടുകൂടിയും റിലേറ്റ് ചെയ്തിട്ട് നമുക്കിത് ഓർത്ത് വെക്കാൻ പറ്റും. ഓക്കെ, അപ്പം ഇതൊന്ന് എക്സാമിന് ചോദിക്കുമെന്ന് അറിയില്ല. നിങ്ങളെ പാറ്റേൺ എങ്ങനെയാണെന്നുള്ളത് എനിക്ക് വലിയ പരിചയമില്ല. അതുകൊണ്ട് ഇത് എക്സാമിന് വരില്ല എന്നൊന്നും എനിക്ക് പറയാൻ പറ്റില്ല. അതുകൊണ്ടാണ് ഞാനിത് ടെക്സ്റ്റുള്ള കംപ്ലീറ്റ് ആയിട്ട് പറയുന്നുണ്ട്. നമുക്ക് നോക്കാം. ഫണ്ടമെൻ്റൽ തിയറം ഫോർ 3 സ്പേസ്. അപ്പം നമുക്ക് ഈ ഒരു 2 സ്പേസിലാണ് നമ്മളിപ്പോൾ പറഞ്ഞത്. ആ ഫണ്ടമെൻ്റൽ തിയറം നമ്മൾ 3 സ്പേസിലോട്ട് എക്സ്റ്റെൻഡ് ചെയ്യുമ്പോൾ 3 വേരിയബിൾസ് വരും, അത്രയേ ഉള്ളൂ. Suppose C is a piecewise smooth space curve defined by r of t equal to x of t I plus y of t j plus z of t k, a less than or equal to t less than or equal to b. If capital F of xyz equal to p of xyz I plus q of xyz j plus r of xyz k is a conservative vector field and phi is a potential function for f, then integral over c f dot dr is equal to integral over c del phi dot dr, which is equal to phi of b minus phi of a. That is where a equal to x of a, y of a, z of a and b equal to x of b, y of b, z of b. നേരത്തെ പറഞ്ഞ കാര്യം തന്നെയാണ് കേട്ടോ. നമ്മളത് സ്പേസിലോട്ട് വന്ന് പറയുകയാണ്. നമുക്ക് സി എന്ന് പറയുന്നൊരു പാത്ത് ഓഫ് ഇൻ്റഗ്രേഷൻ ഉണ്ട്. അങ്ങനെയാണെങ്കിൽ ആ പാത്ത് ഓഫ് ഇൻ്റഗ്രേഷന് പാരാമെട്രിക് റെപ്രസെൻറ്റേഷൻ തന്നിരിക്കുന്നത് r of t equal to x of t I plus y of t j plus z of t k ആണ്. ടി വേരി ചെയ്യുന്നത് a to b ആണ്. അങ്ങനെയാണെങ്കിൽ a കൊടുക്കുമ്പോൾ നമുക്ക് ഇനീഷ്യൽ പോയിന്റ് കിട്ടും, b കൊടുക്കുമ്പോൾ നമുക്ക് ടെർമിനൽ പോയിന്റും കിട്ടും. ഇനി ക്യാപിറ്റൽ എഫ് എന്ന് പറയുന്ന ഒരു വെക്ടർ ഫീൽഡ് തന്നിട്ടുണ്ട്. ഇതൊരു കൺസർവേറ്റീവ് വെക്ടർ ഫീൽഡ് ആണ്. അപ്പോൾ അവിടെ ഒരു പൊട്ടൻഷ്യൽ ഫംഗ്ഷൻ ഫൈ ഉണ്ടാവും. അങ്ങനെയെങ്കിൽ നമുക്ക് പറയാം ഇന്റഗ്രൽ ഓവർ സി എഫ് ഡോട്ട് ഡി ആർ എന്ന് പറയുന്നത് എന്തിനോട് ഈക്വലൻ്റ് ആണ്? വിച്ച് ഇസ് ഈക്വൽ ടു ദ പൊട്ടൻഷ്യൽ ഫംഗ്ഷൻ എൻ പോയിന്റ്സിൽ ഇവാലുവേറ്റ് ചെയ്യുന്നുണ്ട്. എൻ പോയിന്റ്സിന് ഡിഫറൻസ് എടുക്കുന്നതിനോട് ഈക്വൽ ആണ്. വേർ ബി എന്ന് പറയുന്നത് ടെർമിനൽ പോയിന്റും എ എന്ന് പറയുന്നത് ഇനീഷ്യൽ പോയിന്റും ആയിരിക്കും. ഓക്കെ, അപ്പം അത്രയേ ഉള്ളൂ. നെക്സ്റ്റ് ഒരു നോട്ടാണ്. ഇൻ ആൻ ഓപ്പൺ കണക്റ്റഡ് റീജിയൻ ആർ ദ നോഷൻസ് ഓഫ് പാത്ത് ഇൻഡിപെൻഡൻറ്റ് ആൻഡ് കൺസർവേറ്റീവ് വെക്ടർ ഫീൽഡ് ആർ ഇക്വലൻറ്റ്. അതായത് ഒരു ഓപ്പൺ കണക്റ്റഡ് റീജിയനിൽ ഒരു പാത്ത് ഇൻഡിപെൻഡൻസ് അതുപോലെ കൺസർവേറ്റീവ് വെക്ടർ ഫീൽഡ് എന്നൊക്കെ പറഞ്ഞാൽ അതൊരു ഈക്വലൻ്റ് ആയിട്ട് വരുന്ന 2 സ്റ്റേറ്റ്മെൻറ്റ്സ് ആണ്. പാത്ത് ഇൻഡിപെൻഡൻ്റ് ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് കൺസർവേറ്റീവ് ആണെന്ന് പറയാം, കൺസർവേറ്റീവ് ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് പാത്ത് ഇൻഡിപെൻഡൻ്റ് ആണെന്ന് പറയാം. ഓക്കെ, ഇവിടെ ഓപ്പൺ കണക്റ്റഡ് റീജിയൻസ് ശ്രദ്ധിക്കണം കേട്ടോ. നിങ്ങൾക്ക് ഈ റീജിയൻസിനും ഒക്കെ പ്രാധാന്യമുണ്ട് ഈ ഒരു വെക്ടർ ഡിഫറൻഷ്യൽ കാൽക്കുലസ് പഠിക്കുമ്പോൾ. അത് നോട്ട് ചെയ്ത് പോയാൽ മതി. നമുക്ക് അങ്ങനെ ഡീറ്റെയിൽഡ് ആയിട്ട് ക്വസ്റ്റ്യൻ ചോദിക്കും. നമ്മൾ പ്രോബ്ലം ഓറിയൻറ്റഡ് ആയിട്ടല്ലേ നമ്മൾ പഠിക്കുന്നത്. ഓക്കെ, അപ്പം നമുക്ക് തിയറം നോക്കാം. ഇതിന് ഇമ്പോർട്ടൻറ്റ് തിയറം ആണ് കേട്ടോ. Theorem: in an open connected region R, integral over C f dot dr is independent of path C if and only if the vector field f is conservative in R. അതായത് നമുക്കൊരു ഓപ്പൺ കണക്റ്റഡ് റീജിയൻ ആർ ഉണ്ട്. അതിൽ നമ്മൾ ഇൻറ്റഗ്രൽ ഓവർ സി എഫ് ഡോട്ട് ഡി ആർ എന്ന് പറയുന്ന പാത്ത് ഇൻഡിപെൻഡൻ്റ് ആണ്. അങ്ങനെയെങ്കിൽ നമുക്ക് പറയാം എഫ് എന്ന് പറയുന്ന വെക്ടർ ഫീൽഡ് കൺസർവേറ്റീവ് ആണ്. തിരിച്ചും പറയാം എഫ് എന്ന് പറയുന്നത് കൺസർവേറ്റീവ് ആണ്. ഇൻ എ റീജിയൻ ആറിൽ നമുക്ക് പറയാം ഇൻറ്റഗ്രൽ ഓവർ സി എഫ് ഡോട്ട് ഡി ആർ എന്ന് പറയുന്നത് പാത്ത് ഇൻഡിപെൻഡൻ്റ് ആണ്. ഓക്കെ, ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ടെന്ന് ഇഫ് ആൻഡ് ഓൺലി കണ്ടീഷൻ ആണ്. അപ്പോൾ നമ്മളിത് ഓൾറെഡി ഒരു കാര്യം നമ്മൾ ഓൾറെഡി പ്രൂവ് ചെയ്തു. എഫ് കൺസർവേറ്റീവ് ആണെന്ന് തന്നിട്ടുണ്ടെങ്കിൽ അത് പാത്ത് ഇൻഡിപെൻഡൻ്റ് ആണെന്ന് നമ്മൾ പറഞ്ഞു. ഇങ്ങനെ പറഞ്ഞാൽ നമ്മൾ ഫണ്ടമെൻ്റൽ തിയറം ഓഫ് ലൈൻ ഇൻറ്റഗ്രൽസിൽ പറഞ്ഞു. അതായത് ഇൻറ്റഗ്രൽ ഓവർ സി നമ്മളിപ്പോൾ പറഞ്ഞിരിക്കും. ഫണ്ടമെൻ്റൽ തിയറം ഓഫ് ലൈൻ ഇൻറ്റഗ്രൽസ് പറഞ്ഞത് ഇതാണ്. ഇൻറ്റഗ്രൽ ഓവർ സി എഫ് ഡോട്ട് ഡി ആർ ഇസ് ഈക്വൽ ടു നമ്മൾ എന്താ പ്രൂവ് ചെയ്തത്? ഫൈ ഓഫ് ബി മൈനസ് ഫൈ ഓഫ് എന്നാണ് പ്രൂവ് ചെയ്തത്. അതായത് ഈ ഇൻറ്റഗ്രൽ ഓവർ സി എഫ് ഡോട്ട് ഡി ആർ എന്ന് പറയുന്ന പാത്തിനെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. പകരം എൻ പോയിന്റ്സ് എന്താണോ അതിൻ്റെ ഡിഫറൻസ് മാത്രമാണ് എടുക്കുന്നത് അല്ലേ? ഫൈ ഫംഗ്ഷൻ പൊട്ടൻഷ്യൽ ഫംഗ്ഷനില്ല. ഈ സി എന്ത് തന്നെ ആയിക്കോട്ടെ ഫൈ ഓഫ് ബി മൈനസ് ഫൈ ഓഫ് ആണ് എടുക്കുന്നത്. അതായത് ഈ എഫ് ഡോട്ട് ഡി ആർ എന്ന് പറയുന്നത് എഫ് കൺസർവേറ്റീവ് ആണെങ്കിൽ നമുക്ക് പറയാം ഇൻറ്റഗ്രൽ ഓവർ സി എഫ് ഡോട്ട് ഡി ആർ ഈസ് പാത്ത് ഇൻഡിപെൻഡൻ്റ് ആണെന്ന് നമ്മൾ ഓൾറെഡി പറഞ്ഞു. ഇനി നമുക്ക് അതിൻ്റെ കോൺവേഴ്സ് പാർട്ട് മാത്രമേ പറയാനുള്ളൂ. അത് കുറച്ച് കൺസ്ട്രക്റ്റീവ് ആണ്. നമുക്ക് നോക്കാം. ഇഫ് എഫ് ഈസ്
പ്രൂഫ് നോക്കാം. ഇഫ് എഫ് ഈസ് കൺസർവേറ്റീവ് then we have already seen that integral over c f dot dr is independent of path c as a consequence of fundamental theorem of line integrals. അതായത് എഫ് കൺസർവേറ്റീവ് ആണെങ്കിൽ നമ്മൾ ഓൾറെഡി കണ്ടു ഇന്റഗ്രൽ ഓവർ സി എഫ് ഡോട്ട് ഡി ആർ എന്ന് പറയുന്നത് പാത്ത് ഇൻഡിപെൻഡന്റ് ആണ്. അത് ഒരു ഫണ്ടമെന്റൽ തിയറം ഓഫ് ലൈൻ ഇന്റഗ്രൽസ് നമുക്കത് മനസ്സിലായ കാര്യമാണ്. ഓക്കെ, നമുക്കിനി കോൺവേഴ്സ് പ്രൂവ് ചെയ്യണം. അതിന് വേണ്ടിയിട്ട് അസ്യൂം ദാറ്റ് ഇന്റഗ്രൽ ഓവർ സി എഫ് ഡോട്ട് ഡി ആർ ഈസ് ഇൻഡിപെൻഡന്റ് ഓഫ് പാത്ത് ഇൻ ആർ ആൻഡ് എക്സ് നോട്ട് വൈ നോട്ട് ആൻഡ് എക്സ് വൈ ആർ ആർബിട്രറി പോയിന്റ്സ് ഇൻ ദ റീജിയൻ ആർ. അതായത് നമ്മൾ കോൺവേഴ്സ് പ്രൂവ് ചെയ്യാണ്. കോൺവേഴ്സ് പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് അസ്യൂം ചെയ്യണം? ഇന്റഗ്രൽ ഓവർ സി എഫ് ഡോട്ട് ഡി ആർ എന്ന് പറയുന്നത് ഇൻഡിപെൻഡന്റ് ആണ് എന്ന് അസ്യൂം ചെയ്തു. പാത്ത് ഇൻഡിപെൻഡന്റ് ആണെന്ന് അസ്യൂം ചെയ്തു. എന്നിട്ട് നമ്മളൊരു പാത്ത് ചൂസ് ചെയ്യാണ്. പാത്ത് എന്ന് പറയാൻ പറ്റില്ല, രണ്ട് പോയിന്റ്സ് എക്സ് നോട്ട് വൈ നോട്ടും എക്സ് വൈ എന്ന് പറയുന്ന രണ്ട് ആർബിട്രറി പോയിന്റ്സ് നമ്മൾ ആ റീജിയനിൽ നിന്ന് ചൂസ് ചെയ്തു. ഇനി നമുക്ക് എന്താ പ്രൂവ് ചെയ്യേണ്ടത്? എഫ് കൺസർവേറ്റീവ് ആണെന്നാണ് പ്രൂവ് ചെയ്യേണ്ടത്. എഫ് കൺസർവേറ്റീവ് ആണെന്ന് പ്രൂവ് ചെയ്യണമെങ്കിൽ നമ്മൾ എന്ത് പ്രൂവ് ചെയ്യണം? ദർ എക്സിസ്റ്റ് എ പൊട്ടൻഷ്യൽ ഫംഗ്ഷൻ, ദർ എക്സിസ്റ്റ് എ സ്കെലാർ ഫംഗ്ഷൻ ഫൈ സച്ച് ദാറ്റ് del phi equal to f എന്ന് പ്രൂവ് ചെയ്യണം അല്ലേ? അത് കുറച്ച് കൺസ്ട്രക്ട് ചെയ്തിട്ടാണ് ആ പ്രൂഫ് പോകുന്നത് മുന്നോട്ടേക്ക്. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. ലെറ്റ് ദ ഫംഗ്ഷൻ phi of xy be defined as, നമ്മൾ phi എന്ന് പറയുന്ന ഫംഗ്ഷൻ ആദ്യം ഡിഫൈൻ ചെയ്ത് വെക്കാണ്. phi of xy equal to integral x0 to y0 integral x0 y0 to xy f dot dr. f dot drനെ ഈ x0 to y0 x0 y0 എന്ന് പറഞ്ഞ പോയിന്റ് മുതൽ എക്സ് വൈ എന്ന് പറയുന്ന പോയിന്റ് വരെ നമ്മൾ ഇന്റഗ്രേറ്റ് ചെയ്ത ഫംഗ്ഷൻ കിട്ടുന്നതാണ്. കാരണം ഇത് ഇവിടെ ഒരു ആർബിട്രറി വേരിയബിൾസ് ആയതുകൊണ്ട് നമുക്ക് ഈ ഫംഗ്ഷനും ഒരു വേരിയബിൾ ആയിരിക്കും കിട്ടുക. സോ ആ ഫംഗ്ഷനെ ഞാൻ phi of xy എന്ന് ഡിനോട്ട് ചെയ്യും. where the path of integration c is any arbitrary path from x0 y0 to xy. അതായത് x0 y0 എന്ന് പറയുന്ന പോയിന്റിൽ നിന്ന് x0 y0ൽ നിന്ന് xy ലേക്കുള്ള ഒരു ആർബിട്രറി പാത്താണ് നമ്മൾ ഈ ചൂസ് ചെയ്തിരിക്കുന്നത് c എന്ന് പറയുന്നത്. ഇനി ഈ എഫിനെ നമ്മൾ ഡിനോട്ട് ചെയ്തിരിക്കുന്നത് പി ഐ പ്ലസ് ക്യൂ ജെ എന്നാണ്. Now choose a point x1 y, x1 is not equal to x, so that the line segment from x1 y to xy is in R. അതായത് നമ്മളിനി ഒരു മിനിറ്റ്. Now choose a point x1 y, x1 not equal to x, so that the line segment from x1 y to xy is in R. അതായത് നമ്മുടെ കയ്യിൽ ഓൾറെഡി ഉള്ളത് എക്സ് നോട്ട് വൈ നോട്ട് ടു എക്സ് വൈയിലേക്കുള്ള ഒരു പാത്താണ്, ഒരു ആർബിട്രറി പാത്താണുള്ളത്. അപ്പോൾ ഞാനതിൽ ഇതൊരു റീജിയൻ ആണ് കേട്ടോ, ഇത് റീജിയൻ്റെ ഉള്ളിലാണ് കിടക്കുന്നത്. അപ്പോൾ ഈ x1 y എന്ന് പറയുന്ന ഒരു പോയിന്റ് ഞാൻ ഈ റീജിയനിൽ സെലക്ട് ചെയ്തു. x1 y, ഇതേ y കോർഡിനേറ്റിൽ x1 y എന്ന് പറയുന്ന പോയിന്റ് x1 ഈസ് നോട്ട് ഈക്വൽ ടു x ആണ്. അതായത് x1 ഡിഫറെൻറ്റ് ഫ്രം x ആണ്. സോ ദാറ്റ് ദ ലൈൻ സെഗ്മെന്റ് ഫ്രം ഈ x1ൽ നിന്ന് xy ഈ ലൈൻ സെഗ്മെന്റ് ആ റീജിയനിൽ തന്നെ കിടക്കുന്ന പോലെയാണ് ചെയ്തത്. ഓക്കെ, then by path independence we can write. നമുക്കറിയാം പാത്ത് ഇൻഡിപെൻഡൻസ് ആണല്ലേ. പാത്ത് എങ്ങനെ എടുത്താലും പ്രശ്നമൊന്നുമില്ല. അപ്പോൾ ഞാൻ ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് കണക്ട് ചെയ്യുമ്പോൾ എനിക്ക് വേറൊരു പാത്ത് കിട്ടി. ഓൾറെഡി ഇവിടെ ഒരു പാത്ത് ഉണ്ടായിരുന്നു, പിന്നെ വേറൊരു പാത്തും കൂടി കിട്ടി. അപ്പോൾ ഞാൻ ഈ പാത്തിനെ, അതായത് phi of xy എന്ന് പറയുന്ന പാത്തിനെ എനിക്ക് ഇങ്ങനെ എഴുതാം. x0 to y0 നിന്ന് ഇങ്ങനെ പോയി പിന്നെ ഇവിടെ നിന്ന് ഇങ്ങോട്ട് പോകാമല്ലോ, അതാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. അതായത് ഇന്റഗ്രൽ ഓവർ x0 to y0 x1y f dot dr പ്ലസ് ഇന്റഗ്രൽ ഓവർ x1y to xy f dot dr. ഇനി നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കുക, ഇവിടെ നമ്മൾ ഈ പാത്ത്, the first integral in the above equation does not depend on x. നോക്കി, ഇവിടെ നമുക്ക് എക്സിന്റെ കോർഡിനേറ്റ് ഇല്ല. ഇവിടെ x1 ആണ്, ഇവിടെ x0 ആണ്. രണ്ടും കോൺസ്റ്റന്റ്, രണ്ട് നമ്പേഴ്സ് ആയിരിക്കും. ഇവിടെ y ഉണ്ട്, പക്ഷേ എന്തില്ല, എക്സിൽ നിന്ന് ഇൻഡിപെൻഡന്റ് ആണിത്. ഈ ഫസ്റ്റ് വന്നിരിക്കുന്ന ഇന്റഗ്രൽ എന്ന് പറയുന്നത് എക്സിനോട് ഇൻഡിപെൻഡന്റ് ആണ്. എക്സ് ഇല്ലാത്ത ഒരു ടേം ആയിരിക്കും നമുക്കിത് കിട്ടുക. ഓക്കെ, hence differentiating the above equation partially with respect to x. അങ്ങനെയാവുമ്പോൾ നമ്മൾ എന്ത് ചെയ്യാം? ഇതിനെ വിത്ത് റെസ്പെക്ട് ടു എക്സിൽ നമ്മൾ പാർഷ്യലി ഡിഫറൻഷിയേറ്റ് ചെയ്യാം. നമുക്ക് പൊട്ടൻഷ്യൽ ഫംഗ്ഷനിലേക്കല്ല എത്തിക്കേണ്ടത്. അതായത് നമ്മൾ പറയുന്നത് ഇതാണ്, ക്യാപിറ്റൽ എഫ് ഈക്വൽ ടു ഡെൽ ഫൈ എന്നാണ് പറയുന്നത്. ഡെൽ ഫൈ എന്താണ്? ഡോ ഫൈ ബൈ ഡോ എക്സ് ഐ പ്ലസ് ഡോ ഫൈ ബൈ ഡോ വൈ ജെ ആണല്ലേ. അപ്പോൾ നമ്മൾ ഈ ഡോ ഫൈ ബൈ ഡോ എക്സ് കണ്ടുപിടിക്കുന്നു, ഡോ ഫൈ ബൈ ഡോ വൈ കണ്ടുപിടിക്കുന്നു, അതാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മളിവിടെ ഡോ ഫൈ ബൈ ഡോ എക്സ് കണ്ടുപിടിക്കാൻ വേണ്ടി ഇതിനെ വിത്ത് റെസ്പെക്ട് ടു എക്സിൽ ഡിഫറൻഷിയേറ്റ് ചെയ്യാം. അപ്പോൾ നമുക്ക് എന്താ കിട്ടാം? ഡോ ഫൈ ബൈ ഡോ എക്സ് ഈക്വൽ ടു, നമ്മൾ പറഞ്ഞു ഫസ്റ്റ് ടേം എക്സിനോട് ഇൻഡിപെൻഡന്റ് ആണ്, സോ 0 പ്ലസ് നമുക്കിവിടെ ഡോ ബൈ ഡോ എക്സ് ഓഫ് സെക്കൻഡ് ടേം ദാറ്റ് ഈസ് x1 y ടു എക്സ് വൈ എഫ് ഡോട്ട് ഡി ആർ എന്ന് കിട്ടും. അതായത് നമുക്ക് കിട്ടുന്ന എഫ് ഡോട്ട് ഡി ആറിന് നമ്മൾ പറഞ്ഞിട്ടുണ്ട് എഫ് എന്ന് പറയുന്നത് എന്താണ്? പി ഐ പ്ലസ് ക്യൂ ജെ എന്ന് പറഞ്ഞ ഫോമിലാണുള്ളത്. നമുക്കറിയാം ഡി ആർ എന്ന് പറയുന്നത് എങ്ങനെയായിരിക്കും? ഡി എക്സ് ഐ പ്ലസ് ഡി വൈ ജെ എന്ന് പറഞ്ഞ ഫോമിലായിരിക്കും. രണ്ടും കൂടെ ഡോട്ട് പ്രോഡക്റ്റ് എടുക്കുമ്പോൾ നമുക്ക് പി ഡി എക്സ് പ്ലസ് ക്യൂ ഡി വൈ എന്നാണ് കിട്ടുക. അപ്പോൾ ഡോ ബൈ ഡോ എക്സ് ഓഫ് ഇന്റഗ്രൽ ഓവർ x1 y to xy to x1y പി ഡി എക്സ് പ്ലസ്, അങ്ങനെയല്ല, ഇവിടെ ലിമിറ്റ് തെറ്റിപ്പോയിട്ടുണ്ട്, ഇന്റഗ്രൽ x1 y to xy പി ഡി എക്സ് പ്ലസ് ക്യൂ ഡി വൈ.
ഇനി നമ്മൾ നോക്കുക, ഓൾസോ ഓൺ ദ ലൈൻ സെഗ്മെന്റ് ബിറ്റ്വീൻ x1y ആൻഡ് xy y ഈസ് കോൺസ്റ്റന്റ് സോ ദാറ്റ് dy ഈക്വൽ ടു 0. നിങ്ങൾ ഇവിടെ നോക്കുക, ഇവിടുത്തെ പാത്ത് ഓഫ് ഇൻറ്റഗ്രേഷൻ ഞാൻ എടുത്തിട്ടുണ്ട്. ഈ പാത്ത് ഓഫ് ഇൻറ്റഗ്രേഷൻ്റെ ഒരു പ്രത്യേകതയുണ്ട് എന്ന് വെച്ചാൽ y ഇവിടെ മാറുന്നില്ല. ഈ പാത്ത് ഓഫ് ഇൻറ്റഗ്രേഷനിലെ ആ ഒരു സ്ട്രെയിറ്റ് ലൈൻ ആയിരിക്കും, പക്ഷേ ഇവിടെ വൈയുടെ കോർഡിനേറ്റിന് മാറ്റമില്ല. ഇവിടെ x1 y2 ഇത് x1 വേരി ചെയ്യുന്നുണ്ട്, പക്ഷേ y വേരി ചെയ്യുന്നില്ല. അപ്പോൾ y ഈസ് എ കോൺസ്റ്റന്റ് ആയിരിക്കും. അതുകൊണ്ട് തന്നെ അവിടുത്തെ dy എന്ന് പറയുന്ന ഡെറിവേറ്റീവ് 0 ആയിരിക്കും. y is constant so that dy is equal to 0. Then applying the fundamental theorem of calculus, ഇനി നമുക്ക് ഫണ്ടമെന്റൽ തിയറം ഓഫ് കാൽക്കുലസ് അപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് ഇവിടെ എന്താ കിട്ടുക? ഇതിൽ 0 കിട്ടും കേട്ടോ. ഇവിടെ ഇത് കംപ്ലീറ്റ് 0 ആയിപ്പോൾ ഇപ്പോൾ നമ്മൾ ഇൻറ്റഗ്രേഷൻ എന്തായിട്ട് മാറിയെന്നറിയോ? ഡോ ഫൈ ബൈ ഡോ എക്സ് ഈക്വൽ ടു ഡോ ബൈ ഡോ എക്സ് ഓഫ് ഇൻറ്റഗ്രൽ x1y to xy p dx എന്നായി മാറി. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക? അതിലേക്ക് ഫണ്ടമെന്റൽ തിയറം ഓഫ് കാൽക്കുലസ് അപ്ലൈ ചെയ്യുക. അപ്പം ഡോ ബൈ ഡോ എക്സ് ഓഫ് ഇൻറ്റഗ്രൽ ഓവർ x1y to xy p dx. അപ്പോൾ നമ്മളിതിനെ നമ്മൾ ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് എന്താ കിട്ടുന്നത്? പി ഓഫ് എക്സ് വൈ മൈനസ് എന്താണ് പി ഓഫ് എക്സ് വൈ, അതായത് ഇതിനെ ഇവാലുവേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഡോ ബൈ ഡോ എക്സ് എന്നാണ് കിട്ടുന്നത്. അപ്പോൾ ഇതിനെ ഇവാലുവേറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇതിൻ്റെ ലിമിറ്റാണ് കിട്ടുക. പക്ഷേ ഇവിടെ ഒരു കോൺസ്റ്റന്റ് ടേം ആയത് കാരണം നമുക്ക് എന്തായി പോയി? ഇതിൻ്റെ ലിമിറ്റ് എവിടെ വരില്ല, അത് 0 ആയി പോവില്ലേ? വിച്ച് ഇസ് ഈക്വൽ ടു പി ഓഫ് എക്സ് വൈ. ഇതിൻ്റെ ടേംസിലുള്ള മാത്രമല്ലേ വരിക? അല്ലെങ്കിൽ നിങ്ങളിങ്ങനെ പഠിച്ചിട്ടുണ്ടാവും ഡി ബൈ ഡി എക്സ് ഓഫ് ഇൻ്റഗ്രൽ എ ടു എക്സ് എഫ് ഡി എക്സ് ഈക്വൽ ടു എന്താ വരുന്നത്? ഫംഗ്ഷൻ എഫ് ഓഫ് എക്സ് ആണ് വരിക നമുക്ക്. ഓക്കെ, ഇങ്ങനെ നിങ്ങൾ പഠിച്ചിട്ടില്ലേ? ആ ഫണ്ടമെന്റൽ തിയറം ഓഫ് കാൽക്കുലസ് ആണ് ഇവിടെ അപ്ലൈ ചെയ്തിരിക്കുന്നത് കേട്ടോ. ഓക്കെ, ഇൻ എ സിമിലർ മാനർ അപ്പോൾ നമുക്ക് ഇവിടെ എന്താ കിട്ടിയേ? ഡോ ഫൈ ബൈ ഡോ എക്സ് ഈക്വൽ ടു പി ഓഫ് എക്സ് വൈ എന്ന് കിട്ടി. ഇതേപോലെ തന്നെ നമ്മൾ ഇങ്ങനെ ഒരു പാത്തൊക്കെ എടുത്ത് വീണ്ടും കൺസ്ട്രക്ട് ചെയ്ത് അപ്പോൾ നമ്മൾ ഡോ ഫൈ ബൈ ഡോ വൈയിൽ കൺസ്ട്രക്ട് ചെയ്യും. അവിടെ നമ്മൾ x1-ലല്ലേ നമ്മൾ ഡിഫറൻസ് കൊടുത്തത്, x to x1 അല്ലേ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നമ്മൾ y1-ൽ ചേഞ്ച് കൊടുത്തിട്ട് നമ്മളൊരു പാത്ത് കൺസ്ട്രക്ട് ചെയ്ത് വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ത് കിട്ടും? സിമിലർ മാനറിൽ നമ്മൾ ഫോളോ ചെയ്തിട്ടുണ്ടെങ്കിൽ വി ഗെറ്റ് ഡോ ഫൈ ബൈ ഡോ വൈ ഈക്വൽ ടു ക്യൂ ഓഫ് എക്സ് വൈ എന്ന് കിട്ടും. അപ്പോൾ നമുക്ക് എന്ത് എഴുതാം? ഡെൽ ഫൈ ഈക്വൽ ടു നമുക്കിപ്പോൾ ഡെൽ ഫൈയുടെ ഇക്വേഷൻ എന്താണ്? ഡോ ഫൈ ബൈ ഡോ എക്സ് ഐ പ്ലസ് ഡോ ഫൈ ബൈ ഡോ വൈ ജെ എന്നാണ്. അതിൽ ഡോ ഫൈ ബൈ ഡോ എക്സ് പി ഓഫ് എക്സ് വൈ ആണെന്നും ഡോ ഫൈ ബൈ ഡോ വൈ ക്യൂ ഓഫ് എക്സ് വൈ ആണെന്നും പ്രൂവ് ചെയ്തു. അങ്ങനെയാണെങ്കിൽ പി ഐ പ്ലസ് ക്യൂ ജെ എന്ന് കിട്ടുക. ഇതെന്താണ് നമ്മളുടെ എഫ് അല്ലേ? അപ്പോൾ ഡെൽ ഫൈ ഈക്വൽ ടു എഫ് ഓഫ് എക്സ് വൈ എന്ന് കിട്ടി. അതായത് ദർ എക്സിസ്റ്റ് എ സ്കെലാർ ഫംഗ്ഷൻ ഫൈ സച്ച് ദാറ്റ് ഡെൽ ഫൈ is equal to f of xy, then f is conservative field. f എന്ന് പറയുന്നത് കൺസർവേറ്റീവ് ഫീൽഡ് ആണെന്ന് കിട്ടും. കുറച്ച് കൺസ്ട്രക്റ്റീവ് ആണ്, പക്ഷെ ഒന്ന് മനസ്സിലാക്കിയാൽ മതി. ഒന്നും കൂടെ നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ലെങ്കിൽ ഒന്നുകൂടെ ഒന്ന് കേട്ടാൽ മതി, അപ്പോൾ ക്ലിയർ ആവും. വലിയ ടഫൊന്നും ഇല്ലാത്ത ഒരു ഏരിയ ആണ് കേട്ടോ. നെക്സ്റ്റ് തിയറം, ഇതൊരു ഇമ്പോർട്ടൻറ്റ് തിയർ ആണ്. അതായത് നമുക്ക് എപ്പോഴും യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു തിയർ ആണ്. ഇൻ്റഗ്രൽസ് അറൗണ്ട് എ ക്ലോസ്ഡ് പാത്ത്. ഒരു ക്ലോസ്ഡ് പാത്തിൻ്റെ ചുറ്റുമുള്ള ഇൻ്റഗ്രൽ എന്താണ്? ഒരു ക്ലോസ്ഡ് പാത്താണ് നമുക്ക് പാത്ത് ഓഫ് ഇൻ്റഗ്രേഷൻ തന്നിരിക്കുന്നെങ്കിൽ അതിൻ്റെ ഇൻ്റഗ്രൽ എന്താ വരിക എന്നുള്ള കാര്യം പറയുന്നത്. In an open connected region R, integral over C f dot dr is independent of path if and only if integral over C f dot dr is equal to 0 for every closed path C in R. അതായത് നമുക്കൊരു ഓപ്പൺ കണക്റ്റഡ് റീജിയൻ തന്നിട്ടുണ്ട്. ഇൻ്റഗ്രൽ ഓവർ സി എഫ് ഡോട്ട് ഡി ആർ എന്ന് പറയുന്നത് ഇൻഡിപെൻഡൻറ്റ് ഓഫ് പാത്ത് ആണ്. ഇപ്പോൾ ഇഫ് ആൻഡ് ഓൺലി ഇഫ് ഇൻ്റഗ്രൽ ഓവർ സി എഫ് ഡോട്ട് ഡി ആർ ഇസ് ഈക്വൽ ടു 0 ഫോർ എവറി ക്ലോസ്ഡ് പാത്ത് ഇൻ ആർ. അതായത് ഇത് ഇൻഡിപെൻഡൻ്റ് ആണെന്നുണ്ടെങ്കിൽ നമ്മളൊരു ക്ലോസ്ഡ് പാത്തിലാണ് എഫ് ഡോട്ട് ഡി ആർ കണ്ടുപിടിക്കുന്നതെങ്കിൽ ഇറ്റ് ഇസ് ഈക്വൽ ടു 0. ഇനി ഏതൊരു ക്ലോസ്ഡ് പാത്ത് എടുത്ത് എഫ് ഡോട്ട് ഡി ആർ 0 ആണെങ്കിലും നമുക്ക് പറയാം ഇൻ്റഗ്രൽ ഓവർ സി എഫ് ഡോട്ട് ഡി ആർ എന്ന് പറയുന്നത് ഇൻഡിപെൻഡൻ്റ് ആണ്. രണ്ട് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. നമുക്കൊരു ഓപ്പൺ കണക്റ്റഡ് റീജിയൻ ഉണ്ട്, അതിൽ ഇൻ്റഗ്രൽ ഓവർ സി എഫ് ഡോട്ട് ഡി ആർ ഇൻഡിപെൻഡൻ്റ് ആണെങ്കിൽ വിച്ച് ഇംപ്ലൈസ് ഇൻ്റഗ്രൽ ഓവർ സി എഫ് ഡോട്ട് ഡി ആർ, അതായത് ഒരു ക്ലോസ്ഡ് പാത്തിൻ്റെ ഉള്ളിൽ നമ്മൾ ഇൻ്റഗ്രൽ ഓവർ സി എഫ് ഡോട്ട് ഡി ആർ കണ്ടുപിടിച്ച 0 ആയിരിക്കും. ഇനി ഒരു ക്ലോസ്ഡ് പാത്തിൻ്റെ ഉള്ളിൽ ഇൻ്റഗ്രൽ ഓവർ സി എഫ് ഡോട്ട് ഡി ആർ കണ്ടുപിടിച്ച് 0 ആണെങ്കിൽ നമുക്ക് പറയാം ഇൻ്റഗ്രൽ ഓവർ സി എഫ് ഡോട്ട് ഡി ആർ എന്ന് പറയുന്നത് ഇൻഡിപെൻഡൻ്റ് ആണ് എന്ന് പറയാം. ഓക്കെ, ഇപ്പോൾ നമുക്ക് ഇതിൻ്റെ പ്രൂഫ് നോക്കാം. പ്രൂഫ് ഈസിയാണ്. ഫസ്റ്റ് സപ്പോസ് ദാറ്റ് നമ്മൾ ഇൻഡിപെൻഡൻ്റ് ഇംപ്ലൈസ് path independent implies integral over a closed path f dot dr is equal to 0. ഇതാണ് ഫസ്റ്റ് പ്രൂവ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ ആദ്യം അസ്യൂം ചെയ്യാം. ഫസ്റ്റ് സപ്പോസ് ദാറ്റ് ഇന്റഗ്രൽ ഓവർ സി എഫ് ഡോട്ട് ഡി ആർ ഈസ് ഇൻഡിപെൻഡന്റ് ഓഫ് ദ പാത്ത് ഓഫ് ഇന്റഗ്രേഷൻ സി ഇൻ ദ റീജിയൻ ആർ. നമ്മൾ ഇത് പാത്ത് ഇൻഡിപെൻഡന്റ് ആണ് എന്നെടുത്തു. ഇനി ലെറ്റ് സി ബി എനി ക്ലോസ്ഡ് കർവ് ഇൻ ആർ. നമുക്കൊരു ആർ എന്ന് പറയുന്ന റീജിയൻ ആണുള്ളത്, അവിടെ ഒരു സി എന്ന് പറയുന്ന ക്ലോസ്ഡ് കർവ് എടുത്തു. ലെറ്റ് എ ആൻഡ് ബി എനി 2 points in സി. എ ബി എന്ന് പറയുന്ന 2 പോയിന്റ്സിനെ സെലക്ട് ചെയ്തു. Then we get 2 paths from A to B, say C1 and C2 along C, such that one, say C1 has the same orientation as C and C2 has the opposite orientation. ഇതൊന്നുമില്ല കേട്ടോ. നമ്മളൊരു സി എന്ന് പറയുന്ന ഒരു ക്ലോസ്ഡ് കർവ് എടുത്തു. ഇതാണ് നമ്മുടെ സി എന്ന് പറയുന്ന ക്ലോസ്ഡ് കർവ്. അപ്പോൾ അതിൽ 2 പോയിന്റ്സ് എ ബി എന്ന് സെലക്ട് ചെയ്തു. എന്നിട്ട് എയിൽ നിന്ന് ബിയിലേക്കുള്ള ഫസ്റ്റ്
അതായത് സിയുടെ അതേ ഓറിയന്റേഷൻ ഉള്ളതിനെ ഞാൻ C1 എന്ന് കൊടുത്തു. എയിൽ നിന്ന് ബിയിലേക്ക് ഓപ്പോസിറ്റ് ഓറിയന്റേഷനിൽ പോവാം, അതിന് ഞാൻ C2 എന്ന് കൊടുത്തു. ഓക്കെ, C1 ആൻഡ് C2 ഇത്രേ പറഞ്ഞിട്ടുള്ളൂ കേട്ടോ. ദെൻ ബൈ ദ പ്രോപ്പർട്ടീസ് ഓഫ് ലൈൻ ഇൻ്റഗ്രൽ, നമുക്കറിയാം ലൈൻ ഇൻ്റഗ്രലിൻ്റെ പ്രോപ്പർട്ടീസ് വെച്ചിട്ട് നമുക്ക് എന്ത് എഴുതാം, നമ്മളിങ്ങനെ എടുത്തിരിക്കുന്നത് ഇതിൽ എ എന്ന് പറയുന്നതും ബി എന്ന് പറയുന്നതും 2 പോയിന്റ്സ് ഉണ്ട്. ഇത് C1 ആണെങ്കിൽ ഇതിൻ്റെ ഓപ്പോസിറ്റ് ഓറിയന്റേഷനിലാണ് C2 വരുന്നത്. ഇത് സെയിം ഓറിയന്റേഷൻ ആയി പോയില്ലേ അല്ലേ, ഓപ്പോസിറ്റ് ഓറിയന്റേഷൻ ദിസ് വൺ. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് പറയാം, ഇതിപ്പം ഇൻ്റഗ്രൽ ഇത് ഇവിടെ നോക്കാം, ഇതാണ് എൻ്റെ C, അതായത് ഇതാ ഇങ്ങനെ ക്ലോസ്ഡ് കർവാണ് C. അപ്പോൾ ഞാനിവിടെ ഇൻ്റഗ്രൽ ഓവർ C1 എടുത്തു. പിന്നെ ഇങ്ങനെ പോവണമെങ്കിൽ എനിക്ക് മൈനസ് ആയിട്ട് വരണ്ടേ, നെഗറ്റീവ് ഓറിയന്റേഷനിൽ എടുക്കണ്ടേ, അതുകൊണ്ടാണ് ഞാൻ ഇവിടെ മൈനസ് ഇട്ടിരിക്കുന്നത്. ഓക്കെ, -C2 ആണ് വരിക. ഇതിൻ്റെ പ്രോപ്പർട്ടീസ് ഒക്കെ നമ്മൾ മുമ്പ് പറഞ്ഞില്ലേ, ഇൻ്റഗ്രൽ ഓവർ C f ഡോട്ട് dr is equal to ഇൻ്റഗ്രൽ ഓവർ C1 f ഡോട്ട് dr, അതായത് C1 f ഡോട്ട് dr പ്ലസ് -C2 എന്നാണ് വരിക. ദാറ്റ് ഈസ് ഈക്വൽ ടു മൈനസ് ഓഫ് ഇൻ്റഗ്രൽ ഓവർ C2 f ഡോട്ട് dr എന്ന് വരും. ഇനി സിൻസ് ബോത്ത് C1 ആൻഡ് C2 ആർ പാത്സ് ഫ്രം A to B in R, by our hypothesis integral over C1 f dot dr equal to integral over C2 f dot dr. ഇനി നമുക്കറിയാം എയിൽ നിന്ന് ബിയിലേക്കുള്ള ഏതൊരു പാത്ത് എടുത്തു കഴിഞ്ഞാലും നമ്മളുടെ ഇൻ്റഗ്രൽ ഓവർ C f dot dr എന്ന് പറയുന്നത് എന്താണ്, പാത്ത് ഇൻഡിപെൻഡൻ്റ് ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഒരു ഓപ്പൺ കണക്റ്റഡ് റീജിയൻ ആണ്, നമ്മളെ അസംഷൻ അതാണ് അല്ലേ. അപ്പോൾ നമുക്ക് പറയാം ഇൻ്റഗ്രൽ ഓവർ C f ഡോട്ട് dr എന്ന് പറഞ്ഞാലും C1 എന്ന് പറഞ്ഞാലും എയിൽ നിന്ന് ബിയിലേക്കുള്ളതാണ്, C2 എന്ന് പറഞ്ഞാലും എയിൽ നിന്ന് ബിയിലേക്കുള്ള ഡിഫറെൻറ്റ് പാത്ത്സ് ആണ്. അത് പാത്ത് ഇൻഡിപെൻഡൻ്റ് ആണെന്ന് നമുക്ക് ഓൾറെഡി അറിയാം. അപ്പോൾ ഇതും ഈക്വൽ ആണ്. അപ്പോൾ നമുക്ക് എന്ത് പറയാം, ഇൻ്റഗ്രൽ ഓവർ C f ഡോട്ട് dr ദിസ് വൺ ആൻഡ് ദിസ് വൺ ആർ സെയിം. സോ നമുക്ക് വിച്ച് ഇസ് ഈക്വൽ ടു 0. അപ്പോൾ നമുക്ക് എന്താ കിട്ടിയത്, C എന്ന് പറയുന്നൊരു ക്ലോസ്ഡ് പാത്തായിരുന്നു നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതിൽ f ഡോട്ട് dr കണ്ടുപിടിച്ചപ്പോൾ നമുക്ക് 0 കിട്ടി. അതായത് പാത്ത് ഇൻഡിപെൻഡൻ്റ് ആണ് എന്നുണ്ടെങ്കിൽ നമുക്ക് പറയാം ഇൻ്റഗ്രൽ അറൗണ്ട് എ ക്ലോസ്ഡ് പാത്ത് ഇസ് ഈക്വൽ ടു 0. ഇനി നമുക്ക് നേരെ ഓപ്പോസിറ്റ് പറയണം. കോൺവേഴ്സ്ലി സപ്പോസ് ദാറ്റ് ദ ഇൻ്റഗ്രൽ അറൗണ്ട് എനി ക്ലോസ്ഡ് പാത്ത് C in R is 0. നമ്മൾ ആദ്യം എടുക്കാം ഒരു ഇൻ്റഗ്രൽ f ഡോട്ട് dr അറൗണ്ട് എ ക്ലോസ്ഡ് പാത്ത് എന്ന് പറയുന്നത് 0 ആണ്. നമുക്ക് എന്താ പറയേണ്ടത്, ഇൻ്റഗ്രൽ ഓവർ C f ഡോട്ട് dr എന്ന് പറയുന്നത് പാത്ത് ഇൻഡിപെൻഡൻ്റ് ആണെന്ന് പറയണം. ഓക്കെ, നമുക്ക് എങ്ങനെയാണ് നോക്കാം. ഗിവൺ എനി 2 പോയിന്റ്സ് A and B in any 2 curves C1 and C2 from A to B in R, we say that C2 in the orientation reversed and C1 together form a closed ഇവിടെ പറയുന്നത് ക്ലോസ്ഡ് പാത്ത് എന്നായിരുന്നു. ഓക്കെ, നമുക്ക് നോക്കാം. ഇത് നേരത്തെ തന്നെ സിമിലർ ആണ്, വേറെ ഒന്നുമില്ല. ഇവിടെ നമ്മൾ പറഞ്ഞു അറൗണ്ട് എനി ക്ലോസ്ഡ് പാത്തിൽ നമ്മൾ 0 ആണെന്ന് അസ്യൂം ചെയ്തു. ഇനി നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ നമുക്ക് എയിൽ നിന്ന് A B എന്ന് പറയുന്ന 2 റീജിയനിലെ 2 പോയിന്റ്സ് ആണ്. അതിൽ നിന്ന് നമ്മളൊരു പാത്ത് C1 എന്നെടുത്തു. ഓക്കെ, മറ്റൊരു പാത്ത് C2 എന്നെടുത്തു. ഇത് രണ്ടും കൂടെ ടുഗദർ ഫോം എ ക്ലോസ്ഡ് പാത്ത്. അതിൽ C2 എന്ന് പറയുന്നതിൻ്റെ ഡയറക്ഷൻ ഇവിടെ സെയിം അല്ലായിട്ടിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഓപ്പോസിറ്റ് ഇടാം. C2 വിത്ത് ഓറിയന്റേഷൻ റിവേഴ്സ്ഡ് എന്നാണ്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ റിവേഴ്സ് ഓറിയന്റേഷൻ C2 എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമുക്കിങ്ങനെ C എന്ന് പറയുന്ന പാത്ത്, അതായത് ഇത് രണ്ടും കൂടെ ടുഗദർ ഫോം എ ക്ലോസ്ഡ് പാത്ത്. എങ്ങനെയാണ് ടുഗദർ ഫോം എ ക്ലോസ്ഡ് പാത്ത്, C1 അതായത് എയിൽ നിന്ന് ബിയിലോട്ട് പോയി, എനിക്ക് പക്ഷേ ഞാൻ വീണ്ടും എഴുതിയിരിക്കുന്നത് തെറ്റിപ്പോയില്ലേ, ഇങ്ങനെയല്ല, ഇതിൻ്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ ഇടണം. ഓക്കെ, എയിൽ നിന്ന് ബിയിലോട്ട് C1ലേക്ക് പോകും. എന്നിട്ട് എനിക്ക് ബിയിൽ നിന്ന് എയിലോട്ട് വരാൻ വേണ്ടിയിട്ട് എനിക്ക് എങ്ങനെയാണ് പിന്നെ വരാൻ പറ്റുക, ഇതിൻ്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലല്ലേ വരുന്നത്. അപ്പോൾ യൂണിയൻ C2, യൂണിയൻ -C2, അതാണ് എൻ്റെ C എന്ന് പറയുന്ന ക്ലോസ്ഡ് പാത്ത്. ഓക്കെ, കാര്യം മനസ്സിലായില്ലേ. അപ്പോൾ നമുക്കിനി എന്താ ചെയ്യാൻ നോക്കാം. നമ്മുടെ അസംഷൻ എന്താണ്, ദ ഇൻ്റഗ്രൽ ഓവർ C is 0 അല്ലേ. അപ്പോൾ നമുക്ക് പറയാം 0 is equal to ഇൻ്റഗ്രൽ ഓവർ C f ഡോട്ട് dr. C എന്ന് പറയുന്നൊരു ക്ലോസ്ഡ് പാത്താണ്. C എങ്ങനെയാണ് എടുത്തിരിക്കുന്നത്, നമ്മൾ പറഞ്ഞു ഇങ്ങനെ, നമുക്ക് 2 പോയിന്റ്സ് ഉണ്ട് A B എന്ന് പറഞ്ഞിട്ട്. ഈ എയിൽ നിന്ന് ഇങ്ങോട്ടേക്ക് ഇതാണ് എൻ്റെ C1, ഇതിൻ്റെ അതേ ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ് എനിക്ക് C2 വരുന്നത്. ഓക്കെ, അപ്പോൾ C1 യൂണിയൻ, അതായത് ഞാൻ തിരിച്ചാണല്ലേ ഡയറക്ഷൻ എടുക്കണ്ടേ, എയും ബിയും തിരിച്ചിട്ടാൽ മതിയല്ലേ, അല്ലെങ്കിൽ ഇവിടെ ബി ഇല്ല, ഇവിടെ ഇല്ല. അപ്പോൾ A to B എടുക്കുമ്പോൾ C1 യൂണിയൻ, പിന്നെ ഇങ്ങനെ പോകണ്ടേ എനിക്ക് എയിൽ നിന്ന് ബിയിലൂടെ എയിലെത്തണം. അപ്പോൾ -C2 അല്ലേ വരാം. അപ്പം ഇതാണ് എൻ്റെ ഈ ക്ലോസ്ഡ് പാത്തിനെയാണ് ഞാൻ എയിൽ നിന്ന് ബിയിലേക്ക് ഉണ്ടാകുന്ന ക്ലോസ്ഡ് പാത്തിനെയാണ് ഞാൻ C എന്നെടുക്കുന്നത്. അപ്പോൾ അത് ഇൻ്റഗ്രൽ ഓവർ C f ഡോട്ട് dr is equal to 0 ആണെന്ന് ഓൾറെഡി ഞാൻ അസ്യൂം ചെയ്ത് വെച്ചിട്ടുണ്ട്. സോ 0 is equal to ഇൻ്റഗ്രൽ ഓവർ C f ഡോട്ട് dr is equal to ഇൻ്റഗ്രൽ ഓവർ C1 യൂണിയൻ -C2 f ഡോട്ട് dr. ഇനി ഇവിടെ നിങ്ങൾ എന്താ ചെയ്യാം, ഇൻ്റഗ്രൽ ഓവർ C1 f ഡോട്ട് dr പ്ലസ് നമുക്കറിയാം പാത്തിനെ സ്പ്ലിറ്റ് ചെയ്യാൻ പറ്റുമെന്നല്ലേ, പ്ലസ് ഇൻ്റഗ്രൽ ഓവർ -C2 f ഡോട്ട് dr.
which can be written as integral over C1 f dot dr minus integral over C2 f dot dr. Hence we get integral over C, അതായത് which is equal to 0 എന്നാണുള്ളത്. സോ ഇവിടെ നമുക്ക് എന്ത് എഴുതാം, integral over C1 f dot dr is equal to integral over C2 f dot dr. അതായത് നമ്മൾ C1 C2 എന്ന് പറഞ്ഞ രണ്ട് ഡിഫറെൻറ്റ് പാർട്സ് ആണ് എടുത്തത്, പക്ഷേ ഇൻറ്റഗ്രേഷൻ എന്ത് കിട്ടി, സെയിം കിട്ടി. സോ നമുക്ക് എന്ത് പറയാം, ഇത് പാത്ത് ഇൻഡിപെൻഡൻ്റ് ആണെന്ന് പറയാം. Thus if integral over C f dot dr for every closed path C in R, the line integral over C f dot dr is independent of path. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ 3 തിയറംസ് പറയാനുള്ളത്. അപ്പോൾ നന്നായിട്ട് നോക്കുക, നിങ്ങൾക്ക് മനസ്സിലാവുന്ന പോലെ പഠിക്കുക, അല്ലെങ്കിൽ ഈ സ്റ്റേറ്റ്മെൻറ്റെങ്കിലും നിങ്ങളൊന്ന് മനസ്സിലാക്കി വെക്കുക. ഇത് ഇമ്പോർട്ടൻ്റ് ആണോ അല്ലയോ, ഇതിന് എക്സാമിന് ക്വസ്റ്റ്യൻ വരുമോ ഇല്ലയോ എന്ന് എനിക്കറിയില്ല, അതുകൊണ്ടാണ് മുഴുവൻ പറഞ്ഞത്. ഓക്കെ, നമുക്ക് പ്രോബ്ലം ചെയ്യാം. പ്രോബ്ലം ഈസിയാണ്, പ്രോബ്ലം വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല, പക്ഷേ ഈ കൺസെപ്റ്റുകൾ യൂസ് ചെയ്തിട്ടാണ് നമ്മൾ പ്രോബ്ലം ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു 3 സ്റ്റേറ്റ്മെൻറ്റും എന്താണെങ്കിലും അറിഞ്ഞിരിക്കുക കേട്ടോ. ഓക്കെ, താങ്ക് യു.